കുടിയന്മാർക്കൊന്നും ഇനി അധികകാലം ജീവിക്കാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ ഹെൽമെറ്റ്. അപ്പൊ നമ്മള് ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്യാൻ പോവാണ് അല്ലേ? എന്താ ഇതിന് യൂസ് ചെയ്യണം? ഞങ്ങൾ സാനിറ്റൈസർ ആണ്, വേറെ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഈ ഹെൽമെറ്റ് തന്നെ നമ്മൾ 2 സെൻസേഴ്സ് വെച്ചിരിക്കുന്നത്. ഒന്ന് സ്ലീപ്പ് ഡിറ്റക്ഷനും പിന്നെ ഹെൽമെറ്റ് ഡിറ്റക്ഷനും പിന്നെ ആൽക്കോൾ ഡിറ്റക്ഷനും. ഇതാണ് അതിന്റെ സെൻസർ. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ആൽക്കോളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് വണ്ടി ഓഫ് ആക്കും. അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതുണ്ട്. മോഷ്ടിച്ച വണ്ടി ഓടിച്ചോണ്ട് പോണ ആൾക്ക് ഇത് വിളിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആക്കാം. ഇപ്പൊ ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ആളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സറണ്ടർ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വണ്ടിയിൽ വന്നിട്ട് പ്രസന്റ് ആവും. വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കും പിന്നെ ഒരു റിലേറ്റീവ് നമ്പറിലേക്കും എവിടെയാ വണ്ടി വീണെന്നുള്ള GSM വഴി മെസ്സേജ് പോകും. ഒരു 17കാരന്റെ കണ്ടുപിടുത്തം കണ്ട് നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു വേറിട്ടൊരു ബൈസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സൂരജ്. 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സൂരജ്, വെൽക്കം ടു മൂവി വേൾഡ്. ഇതെന്താണ് ഈ കാണുന്നത്? ഒരു ബൈസൈക്കിളാണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ പൊരുൾ വേറെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിനക്ക് 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, +2-നാണ് പഠിക്കുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തുന്നുള്ളത് നമ്മളൊന്നും വിചാരിക്കുന്നേ ഇല്ല. പക്ഷെ ഇതെങ്ങനെ ഈ ഒരു തോട്ട് ഉണ്ടായത്? ഒരു മിനിറ്റ്, ആദ്യം തന്നെ ഇതിന്റെ പ്രത്യേകത സൂരജ് പറയട്ടെ, അപ്പോഴാണ് എന്താണ് ഇതിനകത്ത് ഞെട്ടാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത് റോഡ് സേഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. റോഡ് ആക്സിഡന്റിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും അത് ഒരു കുറച്ച് ശതമാനം തടയാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ വെച്ചിരിക്കുന്നത് ആക്സിഡന്റ് ഡിറ്റക്ഷൻ ആണ്. ഇത് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കും പിന്നെ ഒരു റിലേറ്റീവ് നമ്പറിലേക്കും എവിടെയാ വണ്ടി വീണെന്നുള്ള GSM വഴി മെസ്സേജ് പോകും. അത് വെച്ചിട്ട് അപ്പോൾ ആ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വീണിക്കണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇതിനകത്ത് നമ്മൾ സിം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ സിമ്മിൽ ഇൻസേർട്ട് ചെയ്തത് ഇപ്പോൾ വണ്ടി വീണ് കഴിഞ്ഞാൽ ഹെൽമെറ്റും ഒരു സെൻസർ ഉണ്ട്. അപ്പോൾ അത് ഒരു ഗൈറോസ്കോപ്പിക് സെൻസറാണ്. അപ്പോൾ അത് വീഴുമ്പോൾ അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ വീണു ഡിറ്റക്ട് ചെയ്തിട്ട് ഈ കൺട്രോളർക്ക് സിഗ്നൽ കൊടുക്കും. കൺട്രോളർ അത് GSM വഴി നമുക്ക് ഫോണിലേക്ക് SMS അയക്കും. ഇതൊക്കെ വലിയ എന്താ പറയാ, ഇതിനൊക്കെ കുറെ പാടുപെട്ടിട്ടുണ്ടല്ലേ? കുറച്ചെന്നല്ല, കുറച്ച് നാളുകൾ എടുത്ത കണ്ടുപിടുത്താണ്. എത്ര നാളെടുത്തു ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ? 1 മാസം എടുത്തുണ്ടാവും. ഇതിന്റെ റിസർച്ചിങ് 2-3 വർഷമായി. 2-3 വർഷമായി. ഇപ്പൊ എന്താ പറയാ, നമ്മള് +2 +1 പഠിക്കുമ്പോ എന്തോരം നമുക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. എന്താണ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കുറച്ചുകൂടി പഠിക്കണം, അതിനെപ്പറ്റി കുറച്ചുകൂടി അറിയണം. എങ്ങനെ ഇതൊക്കെ ചെയ്തോണ്ടേ? ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. സെൽഫ് ലേണിംഗും പിന്നെ ഞാനിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യായിരുന്നു. ശാസ്ത്രമേളയിലൊക്കെ പോകും. അങ്ങനെയൊക്കെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ആയി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് ശരിക്കും സൂരജിനെ കണ്ടത്. അപ്പൊ അതിനകത്ത് കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പറയാ, സ്ലീപ്പ് ഡിറ്റക്ഷനും ഈ ഹെൽമെറ്റിന്റെ ബേസ് ചെയ്ത് ആ വീഡിയോ ഇട്ടതാണ്. ഇതിപ്പോ നമ്മൾ ഉറങ്ങി പോവുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് വണ്ടി ഓഫ് ആക്കും. ഉറങ്ങിപ്പോയിട്ട് ഓഫ് ആവുകയാണെങ്കിൽ ഈ ബൈക്ക് 2 വീലറിലാണ് ഈ വണ്ടി വീണ് ആക്സിഡന്റ് വരും. നമുക്കിത് ഉപകാരപ്രദമാവുക 4 വീലറും മറ്റു വാഹനങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പോ ഇത് സാധാരണ ഉറങ്ങി നമ്മളിങ്ങനെ എന്തെങ്കിലും തലയൊക്കെ ഇങ്ങനെ ചരിക്കാറുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ സ്ലീപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു നേരത്തെ പറഞ്ഞത് ഗൈറോസ്കോപ്പിക് സെൻസറാണ്. അത് 3 ആക്സിസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഇതിക്ക് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മളെ തല വെർട്ടിക്കലി ഡൗൺ ആയാലും ബാക്കോട്ട് ആയാലും ഉണ്ട്. വെർട്ടിക്കലി ഡൗൺ ആയാൽ ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് വണ്ടി ഓഫ് ആക്കും. നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ നമ്മുടെ ഐ ബ്ലിങ്ക് ആയി ഉണ്ടാവില്ല, അത് സെൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. കുടിയന്മാർക്കൊന്നും ഇനി അധികകാലം ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവിടെ പരിഹാരം ഉണ്ട്. പറഞ്ഞു കൊടുക്ക്. ആൽക്കോൾ ഡിറ്റക്ഷൻ. ഈ ഹെൽമെറ്റ് തന്നെ നമ്മൾ 2 സെൻസേഴ്സ് വെച്ചിരിക്കുന്നത്. ഒന്ന് സ്ലീപ്പ് ഡിറ്റക്ഷനും പിന്നെ ഹെൽമെറ്റ് ഡിറ്റക്ഷനും പിന്നെ ആൽക്കോൾ ഡിറ്റക്ഷനും. ഹെൽമെറ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹെൽമെറ്റ്. പറയൂ. ഇത് ആൽക്കോൾ ഡിറ്റക്ഷന് വേണ്ടി ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ സെൻസർ. അപ്പൊ നമ്മളെ ഹെൽമെറ്റ് ഇട്ടിട്ട് നമ്മുടെ ആൽക്കോളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് സിഗ്നൽ സെൻഡ് ആക്കി വണ്ടി ഓഫ് ആക്കും. പിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതുണ്ട്. അതായത് നമുക്ക് എവിടെ നിന്നാണെങ്കിലും. അതെ, അത് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ പോലീസിനെ റിമോട്ട്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വണ്ടീനെ. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ആ വെബ്സൈറ്റ് യൂസ് ചെയ്തവർക്ക് കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ഈ വണ്ടി നമ്പറും യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അത് അടിച്ച് കയറി കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് വണ്ടി ഇപ്പോൾ ഏത് ദിശയിൽ പോയിക്കൊണ്ടിരിക്കണോ എല്ലാം അവിടെ അറിയാൻ പറ്റും. പിന്നെ ഫ്യൂവൽ ലെവല്, ബാറ്ററി ലെവല്, പിന്നെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ആ ക്യാമറയും നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. പിന്നെയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോളിന്റെ അലേർട്ട്. അവിടെ വണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ആ വണ്ടിനെ ഒരു മോഷ്ടിച്ച വണ്ടി ഓടിച്ചുകൊണ്ട് പോണ ആൾക്ക് ഇത് വിളിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആക്കാം. ഇപ്പോൾ ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ, ഈ സ്ക്രീനിക്ക് ഇത് അവരുടെ സ്ക്രീനിൽ
ടൈപ്പ് ചെയ്യുക, സറണ്ടർ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വണ്ടിയിൽ വന്നിട്ട് പ്രസന്റ് ആവും. ഏതെങ്കിലും കോമ്പറ്റീഷൻസിന് ശാസ്ത്രമേള പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് റിജക്ഷൻ ആയി. ഈ ഇതിനെ റിജക്ട് ആയി. അതെന്തുകൊണ്ടാ? അത് ഇതിന് ലെങ്ത് കൂടി എന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ ലെങ്ത് കൂടി എന്ന് പറഞ്ഞപ്പോ അവർ റിജക്ട് ചെയ്തു. 9-10 നടന്ന ഒരു കേരള സയൻസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവിടെ അതിന് തൃശ്ശൂർ ജില്ലയിൽ നടക്കണ ഒരു കുറച്ച് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫസ്റ്റ് കിട്ടി. അപ്പൊ ഈ ലെങ്ത് കൂടി പറഞ്ഞപ്പോ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ ലെങ്ത് കുറച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഇനിയിപ്പോ ലെങ്ത് കുറച്ച് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ എഞ്ചിൻ മാത്രമായിട്ട് കൊണ്ടുപോകണം, ഈ ബൈക്കിന്റെ ബോഡി ഉണ്ടാകാൻ പാടില്ല, എഞ്ചിൻ മാത്രമായിട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത് ടാങ്ക് ആണ്? അത് ടാങ്ക്, ഇത് ടാങ്ക് ആണ്, പെട്രോൾ ടാങ്ക് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ എഞ്ചിനോ? ഇതിന്റെ എഞ്ചിൻ പെട്രോൾ ബൈക്കിന്റെ എഞ്ചിൻ തന്നെയാണ്. നമുക്കിത് സാധാരണ ഒരു വണ്ടിയിൽ ചെയ്യായിരുന്നു. ഇതിപ്പോ ഞങ്ങളൊരു പഴയ എഞ്ചിൻ കിട്ടിയിട്ട് അതിന് ഒരു സൈക്കിളിന്റെ മോഡല് ഡിസൈൻ ചെയ്തിട്ട് ചെയ്തതാ. അത് കാരണമാണ് ഇങ്ങനെ ഒരു മോഡൽ വന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറില് അല്ലെങ്കിൽ കാറില് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ മേടിക്കുമ്പോ ഇപ്പൊ പുതിയതൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ, എഞ്ചിനാണെങ്കിലും പഴയത് തന്നെ ആയിരിക്കും മേടിക്കുക. എത്ര രൂപ ഇതിനു വേണ്ടിട്ട് ചെലവായിട്ടുണ്ടാവും? ഒരു 25,000 അത്രയ്ക്കൊക്കെ വന്നിട്ടുണ്ടാവും ചെലവായിട്ടുണ്ടാവും. ഇതിപ്പോ എങ്ങനെയാ അത് സൂരജ്? മെയിനായിട്ട് വീട്ടുകാര് സപ്പോർട്ട് ചെയ്തു. പിന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് ഫ്രണ്ട്സ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴത്തേനും ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഇതൊക്കെ കണ്ടുപിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? സപ്പോർട്ടാണ്, അവരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് കുറച്ച് പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ഞങ്ങള് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? ജസ്റ്റ് പറയാറുണ്ട്. ഇതെന്താ ഒരു ബോക്സ്? ഇതാണ് അതിന്റെ കൺട്രോൾ സെക്ഷൻ. ഇതാണ് അല്ലേ? ഇത് ബാറ്ററിയാണ്? ഇതിലാണ് മറ്റേ മദർ ബോർഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇതിനകത്താണ് മറ്റേ ചിപ്പ് ഉള്ളത്? എല്ലാ ചിപ്പ് ഇതാ. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത് നമ്മൾ ഓരോ സിഗ്നൽസ് അനുസരിച്ചിട്ട് വണ്ടിനെ ഓഫ് ആക്കണം ഓൺ ആക്കണം പരിപാടിയാണ്. ഓ, ഇതാണ് ആ പരിപാടി. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഓടിക്കുന്നത് പോലെ തന്നെ ഓടിച്ചിട്ട് പോകാറില്ലേ? സൂരജ് ഓടിക്കാറുണ്ട്? ഇല്ല, ഓടിക്കാറില്ല. RTOയിൽ പോയിട്ട് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ആദ്യം ഉണ്ടാക്കണായിട്ട് മുന്നേ ചോദിച്ചായിരുന്നു. അപ്പൊ അവര് ഉണ്ടാക്കിക്കോളൂ, പുറത്തേക്ക് ഇറക്കാനും മറ്റു വാഹനങ്ങൾക്കും ഉപദ്രവമില്ലാണ്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ട് അല്ലേ? ഓക്കെ. എന്ന് വെച്ചാൽ 18 വയസ്സ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ഇത് മോഡിഫൈഡ് വണ്ടിയല്ലേ, അപ്പൊ ഇത് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു സാങ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളത് ചോദിച്ചിട്ട് തന്നെയാ ചെയ്തിക്കണ. പിന്നെ അത് കൊണ്ടുപോവാണെങ്കിലും മത്സരങ്ങൾ കൊണ്ടുപോവാണെങ്കിലും പെട്ടിയോട്ട് വിളിച്ച് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും മോഡിഫൈഡ് വാഹനങ്ങളൊന്നും ഓടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇത് പുറത്തേക്ക് ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എത്തിക്കാൻ പറ്റുന്ന വഴിയുണ്ടോ? അവരോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പോഴും അവര് അങ്ങനെ ഓപ്ഷൻസ് നിലവിലില്ല. ഏതെങ്കിലും കമ്പനീസിന്നോ കാര്യങ്ങളിൽ നിന്നോ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഒരു ഹെൽമെറ്റിന്റെ എന്തോ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അങ്ങനെ ഒരു ഇതുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. ഡിറ്റക്ടർ അവർക്കൊരു ഹെൽമെറ്റിന് ഉണ്ട്, അതിക്ക് കുറച്ച് സെൻസേഴ്സ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് എന്നോട് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കാൻ പോവാണ്. പറ്റണാണെങ്കിൽ നോക്കും. നേരത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അതെങ്ങനെയാ അത് കിട്ടിയത്? അത് ജസ്റ്റ് ഒരു വെക്കേഷൻ ടൈമില് ഒന്ന് പോയതാ. അപ്പൊ ജസ്റ്റ് അവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാൻ പഠിക്കാൻ പറ്റി. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ പോയപ്പോ അവിടുത്തെ ഇങ്ങനെ സെൻസേഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ റേറ്റും എവിടെ നിന്ന് വാങ്ങണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ ഹെൽപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലും ഇതാകാൻ പറ്റില്ല. ഓക്കെ. വീട്ടിലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വീട്ടിലൊക്കെ നല്ല ഫുൾ സപ്പോർട്ടാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, ചേച്ചി. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പിന്നെ എങ്ങനെ നിനക്ക് ഈ കഴിവ്? സ്വന്തം ഇങ്ങനെ ചെറുപ്പത്തിൽ മുതലങ്ങ് ചെയ്ത് തുടങ്ങിയപ്പോ. എത്ര നാള് മുതൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഇത് നമ്മള് ചെറുപ്പം മുതലേ ഒരു 1ാം ക്ലാസ് മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ചെയ്തിട്ടും ഓരോ തല്ലി വിളിച്ച് അങ്ങനെ നല്ല വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയത് ഒരു 5ലും 6ലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത് തുടങ്ങി. അന്ന് മുതൽ ഈ ശാസ്ത്രമേള പരിപാടികളിലൊക്കെ പങ്കെടുക്കായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും അന്ന് ആ സമയത്തൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു? അത് ഇതല്ലാതെ സ്കൂൾ ബെല്ല് വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് സ്കൂൾ ബെല്ല് ടൈമിനാകുമ്പോൾ അടിക്കണതും. പിന്നെ ഒരു ഹോം ഓട്ടോമേഷൻ, ഇത് നമ്മുടെ വീടിനെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ്. ഇത് സാധാരണ ബൾബിനെ മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാം, പിന്നെ വെബ്സൈറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാം, പിന്നെ ഗൂഗിളും അലക്സനൊക്കെ വെച്ചിട്ട് ചെറിയ വിലയിൽ കൺട്രോൾ ചെയ്യണ സിസ്റ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ ഈ ഡിറ്റക്ടർ ഓരോന്നും നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ മനസ്സിൽ. അപ്പൊ ഇന്നത് വേണം എന്നുള്ളതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? അല്ലെങ്കിൽ അതൊക്കെ ആലോചിച്ച് വെക്കുന്നത് എങ്ങനെ? നേരത്തെ നോട്ട് ചെയ്ത് വെക്കോ? അല്ലെങ്കിൽ സ്ലീപ്പിന്റെ ആണെങ്കിൽ ആൽക്കഹോളിന്റെ ആണെങ്കിൽ ഇതൊക്കെ കോമൺ ആയതുകൊണ്ട് കണ്ടുപിടിച്ചതാണോ? ഇപ്പൊ ഈ ആൽക്കഹോൾ ഡിറ്റക്ടർ ഞാൻ വെച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുമ്പോൾ മീത്തൈൻ അങ്ങനെയുള്ള കുറെ ഗ്യാസസ് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊരു ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സെൻസർ ഉണ്ട്. അതിന്റെ പല സീരീസ് ഉണ്ട്. MQ8
1 തൊട്ട് 8 അതിന് കൂടുതലുണ്ട്. ഞാൻ യൂസ് ചെയ്തേ MQ8 ആ. അപ്പൊ അത് കുറച്ചധികം കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യും. ആൽക്കഹോൾ മാത്രമല്ലാണ്ട് വേറെയും കുറെ ഗ്യാസസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ആൽക്കഹോൾ ഡിറ്റക്ടർ ഒന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മള് ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്യാൻ പോവാണ് അല്ലേ? എന്താ ഇതിന് യൂസ് ചെയ്യണം? ഞങ്ങൾ സാനിറ്റൈസർ ആണ്, വേറെ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഞങ്ങള് പിള്ളേരാണ്, അപ്പൊ അതുകൊണ്ട് ആൽക്കഹോളിന്റെ പ്രസൻസ് ഉള്ള കാരണം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പവർ ചെയ്യാം, ഹെൽമെറ്റിനുള്ള പവർ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. ഇവിടെ ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്ത ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. എന്നിട്ട് വണ്ടിക്ക് സിഗ്നൽ സെൻഡ് ആവും. ഓക്കെ. ഇതാണ് ഇതിന്റെ മദർ ബോർഡ്, ഇവിടുത്തെ കൺട്രോൾ സെക്ഷൻ. ഇത് ഇതിന്റെ റിമോട്ട് ആണ്. അത് അടുത്ത ഫംഗ്ഷൻ ഉള്ളത്. ഇപ്പൊ ഇതിലെല്ലാം ട്രൂ ആയാൽ മാത്രമേ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ വണ്ടി സ്റ്റാർട്ട് ആവുമ്പോഴേക്കും എന്താ സംഭവിക്കണേ? ഇതിപ്പോ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യം ഡിറ്റക്ട് ചെയ്യാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ നോക്കും. ഹെൽമെറ്റ് വെച്ചിട്ടതിന് ശേഷം ആൽക്കഹോൾ ഡിറ്റക്ട് നോക്കും. ആൽക്കഹോൾ ഫസ്റ്റ് നമുക്ക് ആൽക്കഹോൾ ഡിറ്റക്ട്. അപ്പൊ ആൽക്കഹോൾ വെള്ളം അടിച്ചിട്ടാണോ വണ്ടി ഓടിക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഇവൻ ആൽക്കഹോൾ വെച്ചപ്പോ അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ട് സിഗ്നൽ സെൻഡ് ആയിട്ട് വണ്ടി കട്ട് ഓഫ് ആവും. ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തി. ഇനി ഇവിടെ ഒരു ശബ്ദം കേൾക്കും, ലൈറ്റും കട്ട് ഓഫ് ആവും. ഒരു സൗണ്ടും കേട്ടു, ഒരു ലൈറ്റ് കട്ട് ഓഫ് ആവും. അപ്പോ വണ്ടിയുള്ള കണക്ഷൻ ഒരു കീ പോലെ വർക്ക് ചെയ്യും. കീനെ കട്ട് ഓഫ് ആവണ പോലെ വർക്ക് ആവും. അപ്പൊ ഇപ്പൊ അവൻ പഴയതുപോലെ ആക്കിയപ്പോ ആൽക്കഹോളിന്റെ പ്രസൻസ് ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോ അടുത്ത റേറ്റിംഗ് ശബ്ദം വന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേ സെയിം സാധനം ഞാൻ കുറെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ 3 ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ റെയിൽവേ ഗേജ്, ആ റെയിൽവേയുടെ ഗേറ്റ് കടന്നു പോകാൻ നോക്കില്ല, ട്രെയിൻ വരണ്ട മുന്നേ ആ ക്ലോസ് ചെയ്യല്ലോ, അത് കടന്നു പോകാൻ നോക്കുമ്പോൾ വണ്ടി ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ സീബ്ര ലൈൻ ക്രോസിംഗ് ഇല്ലേ, അതില് വന്നിടിക്കാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇതേ സെയിം യൂസ് ചെയ്യാം. പിന്നെ ഹാൻഡികാപ്ഡ് ആയ പേഴ്സൺസ് ഇല്ലേ, അവിടെ തൊട്ടടുത്ത് എത്തുമ്പോൾ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ വണ്ടി ഓഫ് ചെയ്യാം. അങ്ങനെയുണ്ട്. അടുത്ത ഫംഗ്ഷൻ ആണ്. സ്കൂളിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോ സ്പീഡ് ആണല്ലോ പറ്റുള്ളൂ, അപ്പൊ ആ ഒരു സെൻസ് വർക്ക് ചെയ്യും. ഓക്കെ. ഈ ഇതിന്റെ സ്ലീപ്പിന്റെ എങ്ങനെയാ വരുന്നത്? വെർട്ടിക്കലി ഡൗൺ ചെയ്ത ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ എത്തും. ഇതിപ്പോ ഉറങ്ങാൻ ഡിക്റ്റേറ്റ് ചെയ്തു, കുറച്ച് ഡിലേ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ അറിയില്ലല്ലോ. അപ്പൊ ബ്ലൂ ലൈറ്റ് വെച്ച് ഡിക്റ്റേറ്റ് ചെയ്ത് ഇവിടെ കട്ട് ഓഫ് ആവും. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവും. അടുത്ത് ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ അല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞില്ലേ, അതിന്റെ വർക്കിംഗ് ആണ് ഇത്. ഇപ്പോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇതിപ്പോ നമുക്ക് ഞാൻ മാനുവലി ചെയ്തിരിക്കണേ. ഈ മാനുവലി ഉപകാരം എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനർക്ക് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് വീഴുമല്ലോ, അപ്പോൾ വീണിട്ട് ആക്സിഡന്റ് കയ്യിൽ ഉണ്ടെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ അപകടം കൂടും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആളെ അപകടം കുറയ്ക്കാം, ആൾക്ക് ഉണ്ടാവുന്ന അപകടം കുറയ്ക്കാം. പിന്നെ അവിടെ ഈ ബട്ടൺ അമർത്തുമ്പോൾ അവിടെ കട്ട് ഓഫ് ആയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ്. വെബ്സൈറ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് വെബ്സൈറ്റ് അല്ലേ? ഓക്കെ. അതിന്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോഗിൻ പേജ് വരുന്നത്. ഇത് ഈ വണ്ടീനെ ഇപ്പോൾ ഓരോ വണ്ടിക്കും വേറെ പേരും യൂസർ നെയിമും പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ കൺട്രോൾ സെക്ഷൻ്റെ വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈവ് GPS ലൊക്കേഷൻ. നെക്സ്റ്റ് അടുത്ത് പറയുമ്പോൾ ബൈക്ക് സ്റ്റാറ്റസ്, ബൈക്കിന്റെ സ്പീഡ്, പിന്നെയുള്ള ഹെൽമെറ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ആൽക്കഹോൾ ഡിക്റ്റേറ്റ് ചെയ്യണം. പിന്നെ ഫ്യൂവൽ ലെവല്, ബാറ്ററി ലെവല്, ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് കൺട്രോൾ ആൻഡ് അലേർട്ട്. കൺട്രോൾ ആൻഡ് അലേർട്ടിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ കട്ട് ഓഫ് ആവും. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതിപ്പോ പോലീസിന് ഇപ്പോൾ അവരുടെ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് തന്നെ വണ്ടീനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നും കാണിച്ചു തരാം. ഇപ്പൊ ഓഫായി. ഇതിപ്പോ രണ്ട് ലൈറ്റും കൂടെ ഓൺ ആയി. ഇതിപ്പോ റിലേ എന്ന് പറയും. റിലേ എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്വിച്ച് പോലെ ആക്ട് ചെയ്യണത് ഇതിൽ കീ ഇട്ട സ്റ്റാർട്ട് ആവില്ല. അതേപോലെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കണത്. നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ ഇതിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട്പുട്ടിക്ക് എത്തിക്കാൻ പറ്റും. അപ്പോ 2 ലൈറ്റ് ആണെങ്കിൽ ട്രൂ ആണ്, എല്ലാ കണ്ടീഷനും ഓക്കെ ആണ്. നമ്മളിവിടെ ഒരു കണ്ടീഷൻ ഫാൾസ് ആക്കാൻ പോവാം. അപ്പോൾ കട്ട് ഓഫ് ആയി, വണ്ടി സ്റ്റാർട്ട് ആവില്ല. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ അലേർട്ട് ചെയ്യാൻ. ഇതിപ്പം ഈ വണ്ടി ഓടിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സറണ്ടർ ആവാൻ വേണ്ടിട്ട് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്രീനില് കോഡുകളാണോ അതോ ജസ്റ്റ് ഒരു വേർഡ് പോലെ നമ്മൾ മെസ്സേജ് അയക്കില്ലേ, അതേപോലെ ഇവിടെ അയച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുള്ള ഓടിക്കുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണാൻ പറ്റും. കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അതാണ്
എന്താ മെസ്സേജ് എന്ന് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിനകത്ത് സ്ക്രീനും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ? നമുക്കൊരു ഞാൻ മൊബൈലാണ് ഉദ്ദേശിച്ചത്, അതായിട്ടില്ല. ഇനി അതും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ശരിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശരിക്കും സെറ്റ് ചെയ്യാനുള്ളത്? ക്യാമറ ഉണ്ട് അല്ലേ? ക്യാമറ കാണിച്ചത് നമ്മളിപ്പോ അവർക്ക് കൺട്രോൾ റൂമിൽ നിന്നിട്ട് വണ്ടിയുടെ 2 ക്യാമറ വെക്കണത്, ഒന്ന് ബാക്ക് ക്യാമറ ഒന്ന് ഫ്രണ്ട് ക്യാമറയും. അപ്പൊ നമുക്ക് ഞാൻ ഒരു ക്യാമറ ഇപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 2ന്റെ വിഷ്വൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്യാമറ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറെ ആവശ്യങ്ങൾ, ഇപ്പോൾ വണ്ടി ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് അറിയാനും ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ബട്ടൺ ഞാൻ കൊടുത്തു. ക്യാമറ അപ്പോൾ ഓൺ ആയി അല്ലേ? ഇപ്പൊ ബാക്ക് സൈഡിലെ ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഒന്നെങ്കിൽ ഇതിക്ക് ഒരു SD കാർഡ് ഇടുകയാണെങ്കിൽ SD കാർഡിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്ലൗഡ് ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലും വേണമെങ്കിൽ വെക്കാം. അപ്പൊ ഇനി സ്ക്രീനാണ് ശരിക്കും പറഞ്ഞാൽ വെക്കാനുള്ളത്. ഇനി സ്ക്രീൻ മാത്രം വെക്കാനുള്ള ഇനി എന്തെങ്കിലും ഇതിനകത്ത് 2-3 ഐഡിയാസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെയിറ്റ് സെൻസർ വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്കൂട്ടിയിൽ വെഹിക്കിളിൽ കൂടുതൽ ആൾക്കാർ 3-4 പേരൊക്കെ കയറി പോലും, അത് ഡിക്റ്റേറ്റ് ചെയ്ത് ഇത് പെർട്ടിക്കുലർ വെയിറ്റ് നമ്മള് കാൽക്കുലേറ്റ് വെച്ചിട്ട് അതിന് കൂടുതൽ വരുമ്പോൾ വരാൻ പാടില്ല. ഓക്കെ, അതിൽ കൂടുതൽ വരുമ്പോൾ അതും ഒരു ഡിറ്റക്ട് ചെയ്തിട്ട് ഓഫ് ആയി പോകും. ഇതാണ് അടുത്തത് ചെയ്യാനുള്ളത്. പിന്നെ ഇലക്ട്രിക് ആകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇലക്ട്രിക് ആക്കിയ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ. ഇനി അടുത്ത കാണിക്കാനുള്ള ഫീച്ചർ എന്താ വെച്ചാല് ഹോസ്പിറ്റൽ ഏരിയസിൽ കട്ട് ഓഫ് ആണ്. ഹോസ്പിറ്റൽ ഏരിയയിൽ സ്കൂൾ ഏരിയ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആയി പോകുന്നത്. ഇപ്പോ നിലവിൽ ഇപ്പോ ഇത് ഒരു ഇത് ഹോൺ ഡിസേബിൾഡ് ആവാത്ത ഏരിയ നോക്കിയാ, അപ്പൊ നമുക്ക് ഹോൺ സാധാരണ ഹോൺ അടിക്കും. അല്ല ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിൽ ഹോൺ ഡിസേബിൾഡ് ആയിരിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ആ ഏരിയ എത്തുമ്പോൾ കട്ട് ഓഫ് ചെയ്യാം. ഇപ്പോ നമ്മൾ ഹോൺ അടിച്ചാലും ഹോൺ വർക്ക് ചെയ്യില്ല. ഇത് ഹോൺ അടിച്ചിട്ടും വർക്ക് ചെയ്യുന്നില്ല. പിന്നെയുള്ളത് സ്പീഡ് കൺട്രോളിങ്ങും ഈ സെയിം സാധനം യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ സ്പീഡ് ഇതിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്രോളിന്റെ കാരണം. അതിന് ലിമിറ്റ് ചെയ്യണേ കുറച്ച് കോംപ്ലക്സ് ആണ്. അതിന് ബദൽ ഇലക്ട്രിക് വെഹിക്കിളിലായിരിക്കും കുറച്ചുകൂടി കോമ്പാക്റ്റബിൾ ആയിരിക്കാം. ഇതിപ്പോ ഞാൻ ടാപ്പ് ചെയ്യണ സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. ടാപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് പേര് RFID റീഡർ എന്നാണ്. RFID എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വെക്കുമ്പോൾ ചെറിയൊരു സിഗ്നല് തൊട്ടടുത്ത് നിൽക്കും. ഇതിപ്പോ നമ്മളിങ്ങനെ വെക്കാൻ പറ്റില്ല, നമുക്ക് ഓരോ ഏരിയ എത്തുമ്പോൾ അടുത്ത് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റേഡിയോ ഫ്രീക്വൻസി ഇങ്ങനെ വിട്ടോണ്ടിരിക്കാം. അപ്പോ ആ ഏരിയക്ക് മാച്ച് ആകുമ്പോ കട്ട് ഓഫ്. ഓക്കെ, ഇവൻ ഇവിടെയെങ്കിലും ജനിക്കേണ്ട ആളൊന്നല്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, നിന്റെ ഒരു പ്രായത്തില് ഇത് ഒരു അടിപൊളി കണ്ടുപിടുത്താണ്, വലിയൊരു കണ്ടുപിടുത്താണ്. ഇനിയും അടിപൊളിയായിട്ട് പോട്ടെ, ഇതിലും വലിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ അല്ലെ? വലിയ വലിയ കമ്പനീസിൽ നിന്നൊക്കെ ഓഫറും വരട്ടെ. ഇനിയിപ്പോ കാണാൻ കിട്ടുമെന്നൊന്നും അറിയാൻ പാടില്ല. ചിലപ്പോ ഇനിയിപ്പോ 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്തുമെന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല. അല്ല, അമേരിക്കയിലൊക്കെ ഇരിക്കണ്ടാവും, ചേച്ചി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.